വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം മത്തങ്ങ എരിശ്ശേരി ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ മഞ്ഞ കളർ മത്തങ്ങ നല്ലതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് വൻപയർ ആവശ്യമുണ്ട്. അതുകൊണ്ട് വൻപയർ നമുക്ക് തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിരിക്കണം. അതുകൂടി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. വൻപയർ കൂടി ഞാനിപ്പോൾ എടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് ചെറിയ തീയിൽ വേവാൻ വെക്കണം. മത്തങ്ങയെല്ലാം നല്ലതുപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നല്ലതുപോലെ നമ്മൾ തവി വെച്ചൊന്ന് ഉടച്ചുകൂടി കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പം നല്ലപോലെ വെന്ത് ഞാനിതുപോലെ നല്ലപോലെ വെന്ത് ഉടച്ച് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ എരിശ്ശേരിയിലേക്ക് കുറച്ച് തേങ്ങ വറുത്തോടുകൂടി ചേർക്കേണ്ടതുണ്ട്. അതും കൂടെ ഞാനിപ്പോൾ വറുത്തോണ്ടിരിക്കുകയാണ്. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എണ്ണയൊന്നും ചേർക്കേണ്ടതില്ല. അടിക്ക് പിടിക്കുന്നതായിട്ട് വല്ലതും തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ ചേർത്താൽ മതി. നമ്മുടെ എരിശ്ശേരിയിലേക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് ഒരു ജാറിൽ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു ഡ്രൈ ചില്ലിക്ക് പകരം മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച്. ഇതായപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി കഴിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അധികം വെള്ളം ചേർക്കേണ്ട. എരിശ്ശേരി നല്ലപോലെ കൊഴുത്താണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ നമ്മുടെ അരപ്പെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി വേവിച്ച് വെച്ച വൻപയറില്ലേ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പെല്ലാം പാകത്തിനാക്കാം. അതിനുശേഷം വേണം നമ്മൾ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കും. മത്തങ്ങ എരിശ്ശേരി നല്ലതുപോലെ കുറുകി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ അധികം മൂത്ത് പോകരുത്, എന്നാൽ അടുക്കി പിടിക്കാൻ പാടില്ല, കരിഞ്ഞു പോകരുത്. കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും. ഇത് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ താളിപ്പ് കൂടെ ചേർത്താൽ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡിയാകും. ഇനി ഞാൻ താളിപ്പ് കൂടെ ചേർക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് താളിപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.